നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സ്വദേശവൽക്കരണം വീണ്ടും കടുപ്പിച്ച് സൗദി. ആ പ്രഖ്യാപനം പ്രവാസികൾക്ക് ഇടുത്തിയായി മാറിയിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻസ് IT മേഖലയിൽ സ്വദേശികൾക്ക് 9,000 തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും ഈ മേഖലയിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കാനുമാണ് നീക്കം നടത്തിവരുന്നത്. ഇതേ തുടർന്ന് കമ്മ്യൂണിക്കേഷൻസ് IT മേഖലയിൽ സ്പെഷ്യലിസ്റ്റ് തൊഴിലുകളിൽ സൗദികളുടെ മിനിമം വേതനം 7,000 റിയാലായും ടെക്നിക്കൽ തൊഴിലുകളിൽ സ്വദേശികളുടെ കുറഞ്ഞ വേതനം 5,000 റിയാലായും നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയതിനാൽ തന്നെ സൗദി അറേബ്യയിൽ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ കമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി തൊഴിലുകളിൽ സ്വദേശവൽക്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് സംബന്ധിച്ച് സൗദി മാനവശേഷി സാമൂഹിക വികസന മന്ത്രി എഞ്ചിനീയർ അഹമ്മദ് അൽ റാഷിയാണ് ഉത്തരവിറക്കിയത്. സ്വദേശി യുവതീ യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ പുതിയ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രി വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ IT അടക്കമുള്ള തൊഴിൽ മേഖലയിൽ രാജ്യത്ത് നൂറുകണക്കിന് മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ ജോലി ചെയ്തു വരികയാണ്. പുതിയ നിയമം നടപ്പാകുന്നതോടെ ഇവരുടെ ജോലിയും നഷ്ടമായേക്കുമെന്ന സൂചനയുമുണ്ട്. കമ്മ്യൂണിക്കേഷൻസ്, എഞ്ചിനീയറിംഗ്, IT ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, പ്രോഗ്രാമിംഗ് അനാലിസിസ്, ടെക്നിക്കൽ സപ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻസ് ടെക്നിക്കൽ തസ്തികകൾ എന്നീ തൊഴിലുകളിൽ 5ഉം അതിൽ കൂടുതലും പേർ ജോലി ചെയ്യുന്ന മുഴുവൻ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പുതിയ തീരുമാനം ബാധകമാകും. ഇതിലൂടെ കമ്മ്യൂണിക്കേഷൻസ് IT മേഖലയിൽ സ്വദേശികൾക്ക് 9,000 തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാനും ഈ മേഖലയിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കാനുമാണ് നീക്കം നടക്കുന്നത്. കമ്മ്യൂണിക്കേഷൻസ് IT മേഖലയിൽ സ്പെഷ്യലിസ്റ്റ് തൊഴിലുകളിൽ സൗദികളുടെ മിനിമം വേതനം 7,000 റിയാലായും ടെക്നിക്കൽ തൊഴിലുകളിൽ സ്വദേശികളുടെ കുറഞ്ഞ വേതനം 5,000 റിയാലായും നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആയതിനാൽ തന്നെ സ്വകാര്യ മേഖലയിൽ കമ്മ്യൂണിക്കേഷൻസ് തൊഴിലുകൾ സ്വദേശവൽക്കരിക്കാനുള്ള തീരുമാനം നൈപുണ്യമുള്ള സ്വദേശി യുവതീ യുവാക്കൾക്ക് മുന്നിൽ അവസരങ്ങളുടെ കവാടം തുറക്കുമെന്ന് കമ്മ്യൂണിക്കേഷൻസ് IT മന്ത്രി അബ്ദുള്ള അൽ സവാഹ വ്യക്തമാക്കി. ഈ വർഷം രണ്ടാം പാദത്തിൽ സൗദിയിൽ സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 15.4% വർദ്ധിച്ചിട്ടുമുണ്ട്. തൊഴിലില്ലായ്മ നിരക്ക് ഇത്രയും ഉയർന്നത് ചരിത്രത്തിൽ ആദ്യമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ വർഷം ഒന്നാം പാദത്തിൽ തൊഴിലില്ലായ്മ നിരക്ക് 11.8%. കൊറോണ പ്രതിസന്ധി സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങളാണ് രണ്ടാം പാദത്തിൽ സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് കുത്തനെ വർദ്ധിക്കാൻ ഇടയാക്കിയത്. രണ്ടാം പാദത്തിലെ കണക്കുകൾ പ്രകാരം സ്വദേശി പുരുഷന്മാർക്കിടയിൽ 8.1%, വനിതകൾക്കിടയിൽ 31.4% തൊഴിലില്ലായ്മ നിരക്ക്. സ്വദേശികളും വിദേശികളും അടക്കം ആകെ ജനസംഖ്യയിൽ തൊഴിലില്ലായ്മ നിരക്ക് 9% വർദ്ധിച്ചു. മാനവശേഷി സാമൂഹിക വികസന മന്ത്രാലയം 2 മാസം മുമ്പ് മുതൽ പുതുതായി 9 മേഖലകളിൽ 70% സ്വദേശിവൽക്കരണം നിർബന്ധമാക്കിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.